തൃശ്ശൂർ വടക്കുന്നാഥനെയും തൊഴുത് കിഴക്കേ ഗോപുരനടയിലൂടെ പാറമേക്കാവിലമ്മയുടെ ചൈതന്യവർഷത്തിലേക്ക്. ആ ചൈതന്യവർഷവും തൊട്ടറിഞ്ഞ് വടക്കുന്നാഥൻ്റെ സ്വന്തം തണൽമരങ്ങൾ സ്നേഹവും തണലും തണുപ്പുമേകി കുട നിവർത്തി നിൽക്കുന്ന മൈതാനത്തിലേക്ക് പോകാം. ആ മൈതാനത്തിൻ്റെ തണുപ്പിൽ നിറഞ്ഞിരിക്കാം. പാലക്കാടിൻ്റെ പച്ചപ്പിലൂടെ കവയിലേക്ക് പോയാലോ? കവയുടെ ലോകത്തേക്ക്. കവയിലേക്കുള്ള യാത്ര തന്നെ ഒരു അനുഭൂതിയാണ്. കാടിൻ്റെ തണുപ്പും ഗന്ധവും തൊട്ടറിഞ്ഞ് ആനത്താരകളും വള്ളിപ്പടർപ്പുകളും കാടിൻ്റെ വിസ്മയങ്ങളും കണ്ടറിഞ്ഞ് പാറക്കെട്ടിനിടയിലൂടെയുള്ള വഴിയിലൂടെ കവ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പാറക്കെട്ടിന് മുകളിലായി പാലമരവും അവിടെ ഒരുപാട് ദൃശ്യാനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാറകളും മൗനമായി നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. അവിടെ നിന്നും കവയിലേക്കെത്തുമ്പോൾ കവ പറയും, ഒരിടമല്ല ഒരുപാട് ഇടങ്ങളാണ് കവ. കവ കാഴ്ചകളുടെ ദൃശ്യവിരുന്നാണ്. മൗനമാണ് സംഗീതം, മൗനമാണ് സൗന്ദര്യം, നിശബ്ദതയാണ് സംഗീതം, സൗന്ദര്യം എന്ന് കവ പറയാതെ പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അതെ, കവയിൽ ആരവങ്ങളല്ല, നിശബ്ദതയാണ്, മൗനമാണ് കവ. കവയുടെ ദ്വീപുകൾ പോലെ, തുരുത്തുകൾ പോലെയുള്ള ഇടങ്ങളിൽ സഞ്ചാരികൾ സ്വയം കണ്ടറിയുകയാണ്, തൊട്ടറിയുകയാണ്. വെള്ളത്തിൻ്റെ മാസ്മരികത, ഊളിയിടാൻ വെമ്പുന്ന ഇടങ്ങൾ. പക്ഷേ കവ വെള്ളത്തിലേക്ക് തൊട്ടറിയാതെ തന്നെ വെള്ളത്തെ അറിയുന്ന, വെള്ളത്തിൻ്റെ ശക്തി അറിയുന്ന ആ ഒരു ദൃശ്യ അനുഭവമാണ് കവ. കവയുടെ ഇടങ്ങൾ ഒരിടത്ത് അവസാനിക്കുന്നില്ല. പുഴകളും കടന്ന് കവ വീണ്ടും വീണ്ടും അനന്തമായി നീണ്ടുകിടക്കുകയാണ്. വേമ്പനാട്ടു കായലിലേക്ക് അനന്തമായ ആകാശം കൈപ്പിടിയിലെന്ന പോലെ ആഞ്ഞുപിടിക്കാൻ തോന്നുന്ന കാഴ്ചാനുഭവങ്ങളിലേക്ക് പോകാം. ബോട്ടുകൾ ഒഴുകി നീങ്ങുകയാണ്. വെള്ളപ്പരപ്പിൽ ഓളങ്ങൾ തുളുമ്പി നിൽക്കുന്നുണ്ട്. കുഞ്ഞി ബോട്ടുകൾ തുടങ്ങി ഇരുനില ബോട്ടുകൾ, ഭീമൻ ബോട്ടുകൾ അലങ്കാരങ്ങളിലും ആഘോഷങ്ങളിലും നിറഞ്ഞൊഴുകുകയാണ്. വേമ്പനാട്ടുകായൽ ബോട്ടുകളിലൂടെ സഞ്ചാരികളുടെ മനസ്സിലേക്ക് നടന്നെടുക്കുകയാണ്. അതെ, ഏറ്റവും മനോഹരമായ യാത്രാനുഭവം തന്നെയാണ് ഓളങ്ങളിലൂടെയുള്ള ആ ഒഴുകി നീങ്ങൽ. വീണ്ടും വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിലേക്ക്. തൃശ്ശൂരിൻ്റെ ആത്മാവിനെയും തൊട്ടറിഞ്ഞ് കോൾപ്പാടങ്ങളിലൂടെ യാത്ര പോകാം.